അങ്ങനെ എമ്പുരാൻ ഫിലിം വലിയ വിവാദങ്ങളായി മുന്നോട്ട് തന്നെ പോവുകയാണ്. അതായത് എന്ത് ഇഷ്യൂസ് ഉണ്ടായാലും പടത്തിലുള്ള ബുക്കിംഗ് കൂടാണ്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അവിടെ പൃഥ്വിരാജ് എന്ന വ്യക്തി വിജയിക്കുകയാണ്. കാരണം ഓൾറെഡി ഇങ്ങേരുടെ പടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഒന്നാമത്തെ പടമാണ് ഒരു അൻവർ, എസ്ര, കാപ്പ, കുരുതി, ലൂസിഫർ, അങ്ങനെ കുറെ പടങ്ങളുണ്ട്. ഇപ്പൊ ഇറങ്ങിയ എമ്പുരാൻ. അപ്പൊ അങ്ങനെ ഈ എല്ലാ പടങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ച് ഒരു വർഗീയതയോ അല്ലെങ്കിൽ റിലേറ്റഡ് ആയ കുറച്ച് ടോപ്പിക്സോ ഉണ്ടായിരിക്കാം. അതേമാതിരി തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എസ്ത്ര എന്ന ഫിലിമിലൊക്കെ, കുരുതി എന്ന ഫിലിമിലൊക്കെ നമുക്കൊരു ട്യൂണുകൾ ശ്രദ്ധിക്കാം. അതായത് ബ്ലാക്ക് മാസിന്റെ ഒരു ചെറിയ ട്യൂണുകളൊക്കെ ഇദ്ദേഹത്തിന്റെ പടത്തിൽ പലതും ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിനെല്ലാം നമ്മൾ ഒരു ഫിലിമായി ഒരു കല എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ ഇതൊന്നും ഇഷ്യൂ അല്ല. ഇവിടെ എന്താ ഉണ്ടായിച്ചാൽ, ഞാൻ ഇവിടുത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം പറയണേ. ഒരു പാർട്ടിനെയും ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. കാരണം ഇവിടെ നടക്കുന്ന ചർച്ച എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഗോദ്ര എന്ന സ്ഥലത്ത് ഒരു അപകടം ഉണ്ടായിരുന്നു. അതായത് ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ കേട്ട അറിവുകളും ഇപ്പൊ നടക്കുന്ന ചർച്ചകളാണ് ഞാൻ പറയണേ. അതാണ് ശരിയെന്നില്ല. അപ്പൊ അതില് എന്തുണ്ടായെന്ന് വെച്ചാൽ, ഈ ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ ആൾക്കാര് ഇവിടേക്ക്, അതായത് അയോധ്യയിലേക്ക് സബർമതി എന്ന് പറഞ്ഞ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയുണ്ടായിരുന്നു ഇപ്പോഴും. അപ്പൊ അവിടെ ഒരു സ്റ്റേഷനിലെത്തി അവിടെ കാര്യങ്ങൾ കഴിഞ്ഞ് മടങ്ങവേ മുസ്ലിമുകളുമായിട്ട്, ഇവിടെ പോകുന്ന ആൾക്കാർ കൂടുതൽ ഹിന്ദുസ് ആയിരുന്നേ. അപ്പൊ അവര് ഈ മുസ്ലിമുകളുമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇഷ്യൂസിന് ശേഷം ട്രെയിൻ തിരിച്ചു പോന്നു. 1.5 മണിക്കൂർ, ഒരു 1.5 കിലോമീറ്ററിന് ശേഷം ഒരു സ്ഥലത്ത് ആരോ ചെയിൻ വലിക്കുകയും അതിലുണ്ടായിരുന്ന S6, S7 ബോഗിയിലുണ്ടായിരുന്ന ആളുകളെ അവിടെ ഒരു തീയിടലേക്ക് ഉണ്ടായിട്ട് ആൾക്കാർ മരിച്ചു. 2 ബോഗിയിലുള്ള ആൾക്കാർ മരിച്ചു. അപ്പൊ അതിന് ഇപ്പോഴും സ്ഥിരീകരിച്ച ഒരു വാർത്ത ഒന്നുമില്ല. കാരണം അത് ആൾക്കാർ പറയണത് അവിടെ അവര് പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാതകങ്ങളിൽ നിന്നൊക്കെ തീ പടർന്നായിരിക്കാം. അതേമാതിരി തന്നെ നമുക്കിപ്പോ സ്ഥിരീകരിക്കാൻ ഒരു വാർത്തയില്ല. അതിനുശേഷം എന്തുണ്ടായി, മുസ്ലിമുകളെ, ഒരു 97 മുസ്ലിം കുടുംബത്തിലെ ആൾക്കാരെ വലിയൊരു കലാപം പോലെ ആൾക്കാരെ ലൈംഗികമായിട്ടും അതുമാതിരി തന്നെ അവരെ കൊള്ളയടിച്ചും അവരെ ഉപദ്രവിച്ചും പല ആൾക്കാർക്കും പിന്നീട് റീപ്രൊഡക്ഷൻ പോലും സാധിക്കാത്ത രീതിയിലൊക്കെ വലിയ രീതിയിൽ ഒരു കലാപം അവിടെ ഉണ്ടായി. കുറെ ആൾക്കാർ മരിക്കുകയുണ്ടായി. അപ്പോ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും മുസ്ലിമുകള് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്ത് പറയും, ഇത് ഹിന്ദുക്കൾ ചെയ്ത കാരണമാണെന്നുള്ള ടോക്കും. ഹിന്ദുക്കൾ ആൾക്കാർ എന്ന് പറഞ്ഞു ഇവര് ആക്രമിച്ച കാരണം ഉണ്ടായതാണെന്ന്. അങ്ങനെ വാർത്ത പല രീതിയിൽ വളച്ചൊടിച്ചുള്ള വാർത്തയാണ്. അപ്പോ അന്ന് അവിടെ ഭരിച്ചിരുന്നത്, ഗുജറാത്തിൽ ഭരിച്ചിരുന്നത് നമ്മുടെ മോദിയാണ്. അപ്പൊ ഞാൻ കുറച്ച് താഴെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കുറെ വാർത്തകളുടെയും അതുമാതിരി കുറെ ഇവിടെ ഇതിന്റെ ഒക്കെ ലിങ്കുകൾ ഞാൻ താഴെ ഇടാം, ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതൊക്കെയാണ് നടക്കുന്ന ഒരു ചർച്ചാ വിഷയം. അപ്പൊ ഈ പടത്തില് അമിത്ഷാനെയും മോദിനെയും, അതായത് ഡയറക്റ്റ് ആയിട്ട് പടത്തില് അവരെയാണ് ഇതിലത്തെ ചില കഥാപാത്രങ്ങളെന്നും, അതേമാതിരി തന്നെ നമ്മുടെ മലയാളത്തിലുള്ള നമ്മുടെ സുരാജ് വെഞ്ഞാറോട് അഭിനയിച്ച കഥാപാത്രം സുരേന്ദ്രനെയാണ് സൂചിപ്പിക്കണമെന്നൊക്കെയുള്ള വാർത്തകള്, ഇത് ഒരു ഫിലിം ഇറങ്ങിയതിന് ശേഷമുള്ള വാർത്തകൾ ഇങ്ങനെ കണ്ടമാനം സ്പ്രെഡായി. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഇതില് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും, ഇപ്പൊ ഞാൻ ഇന്ന് എന്റെ അച്ഛനോട് ഞാൻ പറയുന്നു, അച്ഛാ ഇന്ന് പോയി പടം കണ്ടോളൂ, കയ്യിൽ കുറെ ഭാഗങ്ങൾ വെട്ടിക്കളയുന്നു. അപ്പോ അച്ഛനെ ഉച്ചയോയി പടം കണ്ടു. അച്ഛനെ സത്യമായും പറയുകയാണെങ്കിൽ അച്ഛനെ പടം ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ലൂസിഫർ എന്ന പടം കണ്ടുള്ള ആ ഒരു എക്സ്പെക്ടേഷനാണ് പോണേ, അത്രയ്ക്കുള്ള പടമില്ല. പക്ഷെ അച്ഛൻ വരെ പറഞ്ഞു മേക്കിംഗ് നന്നായിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറെ സംഭവങ്ങൾ, ഈ സ്ഥലങ്ങളിൽ പോയത് നമ്മൾ ഇറാഖിൽ കണ്ട കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കണ്ടു. ഈ ഹെലികോപ്റ്റർ വരെ പെരുമ്പാവൂര് അവിടെ വെച്ച് ഉണ്ടാക്കിയതിനു ശേഷം അവിടേക്ക് ലഡാക്കില് കൊണ്ടുപോവുകയുണ്ടായത്. അതേമാതിരി തന്നെ കുറെ ആ സ്ഥലം, ഇറാഖ് എന്ന സ്ഥലം ചെന്നൈയില് സൈറ്റ് ഇട്ടതാണ്. അപ്പൊ അങ്ങനെ കുറെ വാർത്തകൾ. പക്ഷെ എന്തിരുന്നാലും ഒരു പടം എന്ന രീതിയിൽ എമ്പുരാൻ നല്ല രീതിയിൽ മലയാളം ഇൻഡസ്ട്രിയിലെ ഇതുവരെ വന്ന പടത്തില് ഏറ്റവും മികച്ച ഒരു പടമാണ്. അപ്പോ ഈ നടക്കുന്ന വാർത്തകളെല്ലാം തന്നെ, അതായത് ഇപ്പോ 24 ന്യൂസിൽ സുജയ് എന്ത് ചെയ്യും, ആള് BJPനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് മോഹൻലാൽ കേൾക്കാണ്ട് അറിഞ്ഞിട്ടായിരിക്കും ഇത് ചെയ്തത്, അറിയാണ്ടായിരിക്കില്ല, അങ്ങനെ വലിയ വലിയ വാർത്തകളൊക്കെ വന്നു. അപ്പോ ഈ ഒരു പടം ഇറങ്ങുമ്പോൾ എന്തായാലും ആൾക്കാർ അറിയുകയൊക്കെ ചെയ്യും. പിന്നെ ഈ പൃഥ്വിരാജ് തന്നെ 2019 ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയും എതിർ പാർട്ടിയും ആണ് പല ചിത്രങ്ങളിലും പരാമർശിക്കപ്പെടുക. കാരണം ഇനിയൊരു വേറൊരു പാർട്ടി പറഞ്ഞു വരുമ്പോൾ അവരും ഇതേമാതിരി വാർത്തയിൽ വന്നേക്കാം, ആൾക്കാരെ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയേക്കാം. ഇവരെ മാത്രമല്ല കേരളത്തിലെ കുറിച്ചിട്ടും സംസാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിലൊരു 3 പാർട്ടിയുടെയും തെറ്റ് ശരി എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല.
ഒരു പടം ഇവരെടുത്തു. അതായത് കേരളത്തിലെ സംഭവം എന്ന് വെച്ചാൽ ഇവൻ മുല്ലപ്പെരിയാർ ഒരു ബോംബിട്ട് പൊട്ടിച്ച് 2 ജില്ലകൾ ഇല്ലാണ്ടാക്കുമെന്ന രീതിയിൽ, അതായത് അങ്ങനെയൊക്കെയാണ് ചർച്ച വരണേ. അപ്പൊ ഇതിൽ ഈ പടത്തില് കൃത്യമായിട്ട് എന്താണ് രാഷ്ട്രീയം എന്താണെന്നും കൃത്യമായിട്ട് ഫണ്ടിങ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് ലൂസിഫറിലും പറഞ്ഞിരുന്നു. അതേമാതിരി എമ്പുരാനിൽ എന്താ പറയണത്, അതായത് സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ, അതായത് ഈ എയർപോർട്ട് അതുപോലെ തന്നെ തുറമുഖങ്ങള് ഇതൊക്കെ ഇങ്ങനെ പല രീതിയിലൊക്കെ പല ആൾക്കാരെ ബിസിനസ് മേഖലന്റെ കയ്യിൽ എത്തിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, അത് വളരാനുള്ള ചാൻസ് ഉണ്ട്. ആ രീതിയിലുള്ള ഒരു ടോക്കാണ് ഈ പടത്തിൽ ഉണ്ടായിരുന്നത്. അതേമാതിരി ആദ്യം പറഞ്ഞ മാതിരി തന്നെ ആ കലാപം ഈ പടത്തിലൂടെ കാണിക്കുകയുണ്ടായി. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ പടത്തിൽ എനിക്ക് എമ്പുരാൻ എന്ന പടം ലൂസിഫറിനെ കമ്പയർ ചെയ്യുമ്പോൾ ആസ് എ സ്റ്റോറി എന്ന രീതിയിൽ എനിക്ക് 50% പോലും ആ ഒരു ആംഗിൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ പടത്തിന്റെ മേക്കിംഗ്, ഞാൻ ആദ്യം പറഞ്ഞു, ഡയറക്ഷൻ, അതുമാതിരി തന്നെ നമ്മള് വിഷ്വൽസ്, ഇതെല്ലാം നല്ല ഗംഭീരമായിട്ട് പൃഥ്വിരാജ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഈ പടത്തിലെ കഥ മോഹൻലാൽ പോലും കേട്ടിട്ടില്ല എന്നൊക്കെ പറയണേ. ഫുൾ ആയിട്ടുള്ള പ്രിവ്യൂ, സോറി കഥയല്ല, പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ല. കുറെ ആൾക്കാർക്ക് എന്താണ് ഇതില് ഉണ്ടാകാൻ പോണേ, ആരാണ് ഇതിലെ മെയിൻ വില്ലൻ, ഇതൊന്നും പല ആൾക്കാർക്കും അറിയാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ പൃഥ്വിരാജ് എന്നൊരു വ്യക്തി, അതായത് ഒരു പക്ക ഒരു ഫിലിമിനെ എങ്ങനെ ആളിലേക്ക് മാർക്കറ്റ് ചെയ്യാം, അതായത് എങ്ങനെ ആൾക്കാർക്ക് ഒരു ആകാംക്ഷ ഉണ്ടാക്കാം, അതില് പ്യുവർലി പൃഥ്വിരാജ് എന്ന വ്യക്തി വിജയിച്ചു. ഇവിടെ പാർട്ടികള് കിടന്ന് തല്ലുണ്ടാക്കുമ്പോഴും എല്ലാം എന്താണ് നോർമലി ഉണ്ടാവണം, എന്താണ് കൃത്യമായിട്ടും ആ പടത്തിന് വീണ്ടും വീണ്ടും ഹൈപ്പുകൾ കൂടും, വീണ്ടും ഹൈപ്പ്. അതായത് എനിക്കിപ്പോ ആ പടം ഒന്നും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ബാക്കിയാണെങ്കിലും കട്ട് ചെയ്തേ എന്ന് എനിക്ക് ഒബ്വിയസ്ലി എനിക്ക് കാണണം എന്നൊരു തോട്ട് എന്റെ മനസ്സിലുണ്ടായിരിക്കും. അപ്പോ ഇതൊക്കെ പടത്തിന് വീണ്ടും ബൂസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഒരു പടം സെൻസർ ചെയ്ത് ഇറങ്ങിയൊരു പടം പിന്നീട് വീണ്ടും 17 ഭാഗങ്ങൾ അതിലെ കട്ട് ചെയ്യാണ്. അപ്പൊ ഇത് ആദ്യം സെൻസർ ചെയ്ത പടമല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്നെല്ലാം പൃഥ്വിരാജ് ആ പടം ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതിന് ശേഷം ഒരാഴ്ച കളിച്ചതിന് ശേഷമാണ് ഇനി കട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പോണേ. തികച്ചും ഇനി എല്ലാ ദിവസങ്ങളിലും ആ പടത്തിന്റെ ബുക്കിംഗ് കൂടും. കട്ട് ചെയ്താലും എന്തൊക്കെ കട്ട് ചെയ്തു എന്ന് കാണാൻ ആൾക്കാർ കൂടും. നമുക്ക് നോക്കിയാൽ കാണാം. ഇപ്പൊ ഇന്നലെ പിണറായി വിജയൻ സാറ് പടം പോയി കണ്ടിരുന്നു. പല ആൾക്കാരും ഈ പടം എന്താണ് കാണണം, അങ്ങനെ നമുക്കൊരു നെഗറ്റീവ് വാർത്തകളോ അതുമാതിരി തന്നെ എന്തെങ്കിലും ആൾക്കാർക്ക് ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസും അത് കൂടുതൽ വൈറലായും ചെയ്യുക. അതില് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ പൂർണ്ണമായിട്ടും വിജയിച്ചു. ഇനിയും ഈ ആളുകൾ പല ആൾക്കാരും കമന്റ് ചെയ്യുന്നതെല്ലാം ഞാൻ നേരത്തെ ഇതിൽ കാണിച്ചു. ഇതെല്ലാം ആ പടത്തിന് വീണ്ടും ഒരു മുതൽക്കൂട്ട ആവതേ ചെയ്യുള്ളൂ. ഇപ്പോ 2 ദിവസം കൊണ്ട് പടം 100 കോടി കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു 1 വീക്ക് ഓടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഈ പടമായിരിക്കും മലയാളം ഇൻഡസ്ട്രിയില് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഒരു പടം. നമ്മള് ഇതിനെ കൂടുതൽ രാഷ്ട്രീയവൽക്കരിച്ചും, ഞാൻ പറഞ്ഞത് ബാക്കി ആൾക്കാർക്ക് അത് അവർക്ക് ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ ബാക്കി ആൾക്കാർക്ക് ഇതെല്ലാം എന്താണ്, ഒരു ന്യൂസില് 2 ദിവസം 3 ദിവസം എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു ഫിലിമിലെ വാർത്തകളും പ്രശ്നങ്ങളും മാത്രമാണ് ഉച്ചയ്ക്ക് വൈകുന്നേരം ഒരു ചർച്ചാ വിഷയമായി മാറുന്നത്. FB, ഇൻസ്റ്റ, അതുമാതിരി യൂട്യൂബ്, ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 വീഡിയോ വരുമ്പോൾ ഒരു 3 വീഡിയോ എമ്പുരാന്റെ ആയിരിക്കും. അപ്പൊ ഇവിടെ എല്ലാം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അല്ല, ഒരു ഡയറക്ടർ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, ഒരു ആക്ടർ, എല്ലാം കൊണ്ടും ആള് വിജയിക്കുകയാണ്. അപ്പോ ഞാൻ ഇത്രയും പറഞ്ഞു വരുന്നുള്ളൂ. പടത്തിന് നമ്മൾ പടമായി കാണുക, ഒരു ഫിലിം ജസ്റ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻജോയ് ചെയ്യുക. അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിമർശിക്കാം, അത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഇപ്പോഴും ഞാൻ കേട്ടത് BJP ആ പടത്തിൽ ഒരു ഭാഗങ്ങളും കട്ട് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആൾക്കാരോ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു, കുറ്റപ്പെടുത്തിയിരുന്നു പറഞ്ഞു. പക്ഷെ അവര് ഇന്ന പടങ്ങൾ വേണ്ട എന്ന് വെക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് നീക്കം ചെയ്യുക തന്നെ വേണം. അതിലൊരു പ്രഗ്നന്റ് ലേഡി ആയിട്ടുള്ള ഒരു മോശം സീൻ ഉണ്ടായില്, അതൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ അല്ല, അതൊക്കെ ഒഴിവാക്കാം വേണമെങ്കിൽ ആ പടത്തില്. അപ്പൊ എന്റെ കാഴ്ചപ്പാടത്രേ ഉള്ളൂ, ആ പടം ഇറങ്ങിയ രീതിയിൽ കാണുമ്പോഴാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മള് പറയില്ല, ഒരു കലാസൃഷ്ടിയെ അതിനെ വെട്ടി ചുരുക്കി അത് ഇനി വരുമ്പോൾ എത്രത്തോളം നന്നായിരിക്കുമോ എന്നായിരിക്കും ആളുകളുടെ ചിന്താഗതി. അപ്പൊ അത് ഈ പല പാർട്ടികളെയും അത് എന്താ പറയാ പോയിന്റ് ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഇഷ്യൂസ് എല്ലാം വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ എന്ന വ്യക്തി എനിക്കിതിൽ യാതൊരു രാഷ്ട്രീയവും ഞാൻ കണ്ടിട്ടില്ല. ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞത് എന്നെ പോലെ ഒരു സാധാരണക്കാര് ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കില്ല എന്നാ പറഞ്ഞത്. കാരണം ഇതിൽ കൃത്യമായിട്ടും ഈ സംഭവം ബന്ധപ്പെട്ട് കുറെ ഫോൾസ് ആയ ഡാറ്റസ് ആവാം, ചിലപ്പോൾ ശരിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കോ ഉദ്ദേശിക്കാത്ത ആൾക്കാർക്കോ ഇപ്പൊ
ഒരു പാട്ടിനെ കുറ്റം പറയുമ്പോൾ മറുപാട്ടി അതിനെ സപ്പോർട്ട് ചെയ്യും. ഇത് സ്വാഭാവികമാണ്. അപ്പോ ഇതാണ് ആ പടത്തില് ഞാൻ കണ്ട ആകെ ഉള്ള കുറച്ച് ഇഷ്യൂസ്. സ്റ്റിൽ ആ പടം ഇനിയും മുന്നോട്ട് തന്നെ പോകും. കാരണം ആ പടത്തിന്റെ കഥയേക്കാൾ കൂടുതൽ ഇപ്പൊ ഇത് രാഷ്ട്രീയ ആൾക്കാരും അതുമാതിരി സോഷ്യൽ മീഡിയയും ഏറ്റെടുത്ത് ഇനിയും 2-3 ദിവസം ഇതായിരിക്കും ചർച്ച. അപ്പോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. പടം പറ്റുമെങ്കിൽ നേരത്തെ പോയി കാണുക, കട്ട് ചെയ്യേണ്ട മുമ്പ് കാണുക, കട്ട് ചെയ്ത ശേഷം പറ്റുകയാണെങ്കിൽ നിങ്ങൾ പോയി കാണുക. എമ്പുരാൻ അതായത് മലയാളം ഇൻഡസ്ട്രിയിലെ ഇതുവരെ ഇറങ്ങിയ നല്ലൊരു മേക്കിംഗ് ഉള്ളൊരു പടമാണ്. നല്ല രീതിയിൽ വിഷ്വൽസ് എല്ലാം കൊണ്ടും. കഥ ലൂസിഫറുമായി കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ ബാക്കി എല്ലാം കൊണ്ടും എമ്പുരാൻ മസ്റ്റ് വാച്ചബിൾ ഫിലിമാണ്.